ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഒടുവിൽ ആ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. അഭിയുടെ മുഖംമൂടി നവ്യ വലിച്ചു കയറുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. വല്ലാത്തൊരു ആവേശവും ആകാംക്ഷയും നിറഞ്ഞ സംഭവങ്ങളും നവ്യയുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ചില വലിയ മാറ്റങ്ങളുമാണ് വരാൻ പോകുന്ന ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ജാനകിയും നയനിയും ദേവയാനിയും തമ്മിലുള്ള രഹസ്യ സംഭാഷണം നവ്യ ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ ഇടയാവുകയാണ്. ആ സംഭാഷണത്തിലൂടെ വലിയൊരു സത്യം തന്നെ നവ്യ തിരിച്ചറിയുകയാണ്. താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന തന്റെ അഭിയാണ് ചന്തുമോടെ യഥാർത്ഥ പിതാവെന്നുള്ള സത്യം. ഈ വെളിപ്പെടുത്തൽ നവ്യയെ മാനസികമായിട്ട് തളർത്തുന്നുണ്ടെങ്കിലും തൽക്കാലം ആ വിവരം പുറത്തു പറയാനോ ആരോടും കലഹിക്കാനോ അവൾ മുതിരുന്നില്ല. സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമല്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അല്പം കാത്തിരുന്നിട്ടാണെങ്കിലും തന്നെ വഞ്ചിച്ചവരോട് പകരം വീട്ടാൻ തന്നെ നവ്യ ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം അഭിയും ജലജയും തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. നവ്യയെ പ്രകോപിപ്പിച്ച് വീട്ടിൽ വഴക്കുണ്ടാകണമെന്നും അതുവഴി കുടുംബം തകരുകയും സ്വത്തുക്കൾ വിഭജിക്കപ്പെടുകയും ചെയ്യണമെന്നതാണ് അഭിയുടെ പ്ലാൻ. തനിക്ക് കിട്ടാനുള്ളതൊക്കെ കൈക്കലാക്കി നവ്യയെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന അഭിയുടെ വാക്കുകൾ പുറത്തുനിന്ന് നവ്യ കേൾക്കുകയാണ്. സ്നേഹനിധി എന്ന് താൻ കരുതിയ ഭർത്താവിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ട് നവ്യ സ്തംഭിച്ചുപോയി. നവ്യ ഉള്ളത് കൊണ്ടാണ് അഭിക്ക് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതെന്ന് ജലജ ഈ സമയം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്നാൽ നവ്യയും കുഞ്ഞിനെയും തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ താൻ എന്തും ചെയ്യുമെന്ന് അഭി തറപ്പിച്ചു പറയുന്നു. ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് രാജകുമാരനെ പോലെ വാഴാനാണ് തന്റെ ആഗ്രഹമെന്നും നവ്യയോടോ കുഞ്ഞിനോടോ തനിക്ക് യാതൊരു മമതയും ഇല്ലെന്നും അഭി വെളിപ്പെടുത്തുകയാണ് ജലജയോട്. എന്നാൽ സ്വന്തം കുഞ്ഞിനോട് പോലും അഭിക്ക് എങ്ങനെ ഇത്ര ക്രൂരനാവാൻ കഴിയുന്നുവെന്ന് ജലജ ചോദിക്കുമ്പോൾ അഭി പറയുന്നത് ആ കുട്ടി താൻ ആഗ്രഹിച്ചുണ്ടായതല്ല എന്നാണ്. നവ്യ ഗർഭിണിയായിരുന്ന കാലം മുതൽക്കേ ആ കുട്ടിയെയും നവ്യയെയും ഇല്ലാതാക്കാൻ തങ്ങൾ ഒരുമിച്ച് നടത്തിയ ശ്രമങ്ങളെല്ലാം അഭി ജലജയെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും അഭി ജലജയോട് പറയുന്ന ആ ക്രൂരമായ സത്യങ്ങൾ ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു നവ്യ. മുമ്പ് ക്ഷേത്രത്തിൽ വെച്ച് എണ്ണയൊഴിച്ച് വീഴ്ത്തി ശൂലം കൊണ്ട് നവ്യയുടെ വയറിൽ കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതും ഗർഭം അലസിപ്പിക്കാനായി പപ്പായ ജ്യൂസ് നൽകിയതും താനാണെന്ന് അഭി അങ്ങനെ അഭിമാനത്തോടെ പറയുന്നത് കേട്ട് നവ്യ തരിച്ചു നിൽക്കുകയാണ്. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മാത്രമാണ് നവ്യയുടെ സ്നേഹം അഭിനയിക്കുന്നതെന്നും എല്ലാം കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കുമെന്നും അഭി പറയുകയാണ്. അങ്ങനെ അഭിയുടെ ചതികളെല്ലാം അവന്റെ വായിൽ കൂടെ തന്നെ കേൾക്കാനിടയാവുന്ന നവ്യ ആകട്ടെ ആകെ തകർന്നു പോവുകയും അവിടെ നിന്ന് തൽക്കാലം നിശബ്ദയായി മാറിപ്പോവുകയും ചെയ്തു. കുറച്ചു സമയത്തിന് ശേഷം മുറിയിലേക്ക് വന്ന നവ്യയെ അഭി പതിവ് പോലെ സ്നേഹം നടിച്ച് എതിരേറ്റു. നീ എവിടെ പോയതായിരുന്നു മോളെ? മുഖമൊക്കെ വാടിയിരിക്കുന്നു. നേരെ ഒരുപാടായില്ലേ? നീ വേഗം കിടന്നു. അഭിയുടെ ഈ വ്യാജമായ കരുതലൊക്കെ കേട്ടിട്ട് നവ്യയുടെ മനസ്സിൽ അഭിയെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നുന്നത്. എങ്കിലും അതൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ സഹിച്ചു കേട്ട് നിൽക്കുക തന്നെയാണ്. അഭി ചോദിക്കുന്നുണ്ട്, നീ പാല് കുടിച്ചോ? നാളെ ഷൂട്ടിങ്ങിന് പോകേണ്ടതല്ലേ? നവ്യയാകട്ടെ മനസ്സ് തകർന്നുകൊണ്ട് അഭിയോട് പറയുകയാണ് തനിക്ക് കടുത്ത ക്ഷീണമാണെന്ന്. കുറച്ചു ദിവസം അഭിനയത്തിൽ നിന്നുമൊക്കെ വിട്ടു നിന്നാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് നവ്യ പറഞ്ഞപ്പോൾ അഭി പറയുകയാണ് തറവാട്ടിലെ ശത്രുക്കളോട് പകരം വീട്ടാൻ പണം ആവശ്യമാണെന്നും അതിനാൽ ജോലിക്ക് പോകണമെന്നും. അഭി അങ്ങനെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നവ്യ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. പണം തനിക്കിനി പഴയ പോലെ കിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നതും അഭി പിന്നെ അസംതൃപ്തിയോടെ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അഭി പോയതിന്റെ പിന്നാലെ നവ്യ പൊട്ടിക്കരഞ്ഞു. താൻ ജീവന് തുല്യം സ്നേഹിച്ചത് ഒരു വിഷപ്പാമ്പിനെ ആയിരുന്നുവെന്ന് അവൾ വേദനയോടെ ഓർക്കുന്നു. നയനയും നന്ദുവും മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് നവ്യയ്ക്ക് ആ സമയം ബോധ്യപ്പെടുകയാണ്. അഭിയെ കുറച്ചു ദിവസം ജയിലിലാക്കിയത് ഒന്നിനും ഒരു പകരമാവില്ലെന്നും ആയുഷ്കാലം മുഴുവൻ അവൻ അവിടെ തന്നെ കഴിയേണ്ടവനായിരുന്നുവെന്നും നവ്യ ചിന്തിക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും കരുതാതെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഭിയോടും അതിന് കൂട്ടുനിന്ന ജലജയോടും ഒക്കെ നവ്യയ്ക്ക് അടങ്ങാത്ത ദേഷ്യം തന്നെയാണ് തോന്നുന്നത്. എന്നെ കരുവാക്കി സ്വത്തുക്കൾ തട്ടിയെടുത്ത് മറ്റൊരുവളോടൊപ്പം സുഖമായി ജീവിക്കാമെന്ന് നീ കരുതണ്ട അഭി. നിനക്കുള്ള ശിക്ഷ ഞാൻ തന്നെ നൽകും, നവ്യ മനസ്സിൽ ഉറപ്പിച്ചു. അന്നത്തെ രാത്രി പിന്നെ നവ്യയ്ക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ആദർശും നയനയും തനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങളെല്ലാം നവ്യ ഓർത്തെടുത്തു. താൻ ആത്മഹത്യ ചെയ്തേക്കുമെന്ന് ഭയന്നാണ് ആദർശ് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതെന്നും സമൂഹത്തിന് മുന്നിൽ മോശക്കാരനായി മുദ്ര കുത്തപ്പെട്ടിട്ടും തനിക്ക് വേണ്ടി ആദർശ് എല്ലാം സഹിക്കുകയായിരുന്നുവെന്നും നവ്യ നന്ദിയോടെയും പശ്ചാത്താപത്തോടെയും തിരിച്ചറിഞ്ഞു. ഏതായാലും അഭിയുടെയും ജലജയുടെയും ഒക്കെ ചതിയുടെ കഥകൾ അറിഞ്ഞ നവ്യയ്ക്ക് അന്ന് രാത്രി ഉറങ്ങാനേ കഴിഞ്ഞില്ല. മുത്തശ്ശനോട് താൻ കാണിച്ച അഹങ്കാരവും അനാദരവും ഓർത്ത് അവൾ നീറിപ്പുകഞ്ഞു. നാടാദരിക്കുന്ന ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ ധിക്കാരത്തോടെ പെരുമാറിയതും മോശമായ വസ്ത്രങ്ങൾ ധരിച്ച് അഭിനയിച്ച് തറവാടിനെ അപമാനിച്ചതും വലിയ തെറ്റാണെന്ന് തന്നെ നവ്യ തിരിച്ചറിഞ്ഞു. ഒടുവിൽ മുത്തശ്ശന്റെ മുറിയിലെത്തി അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അവൾ പൊട്ടിക്കരയുകയാണ്. അമ്പരന്നുപോയ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നവ്യ പിന്നെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ്. ചന്തുമോൾ അഭിയുടെ മകളാണെന്ന സത്യം താൻ അറിഞ്ഞുവെന്നും തന്നെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ആദർശും നയനയും ഉൾപ്പെടെയുള്ളവർ ആ ചീത്തപ്പേരുകൾ ഏറ്റെടുത്തതെന്നും അവൾ പറഞ്ഞു. അഭിയും ജലജയും ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നുവെന്നും സ്വത്ത് തട്ടിയെടുത്ത് തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനാണ് അഭിയുടെ പദ്ധതിയെന്നും അവൾക്ക് അറിഞ്ഞുകൊണ്ട് വിവരിച്ചു. തറവാടിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അഭി തന്നെ കൊണ്ട് വൾഗറായ വേഷങ്ങളിൽ അഭിനയിപ്പിച്ചതെന്നും അവൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുമ്പിൽ സമ്മതിക്കുകയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ആകെ സങ്കടാവുന്നുണ്ട്. എങ്കിലും മുത്തശ്ശൻ നവ്യെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം തങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെന്നും നിന്റെ ജീവൻ അപകടത്തിലാകുമെന്ന് കരുതിയാണ് മിണ്ടാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
അഭിയുടെ ക്രൂരതയെക്കുറിച്ചും പണ്ട് വീട്ടിൽ പാമ്പിനെ തുറന്നുവിട്ടത് അവരാണെന്നും പാല് കൊടുത്ത് കൈക്ക് തന്നെ കൊത്തുന്ന വിഷപ്പാമ്പുകളാണ് രണ്ടുപേരുമെന്നും നവ്യ തിരിച്ചറിയുകയാണ്. തനിക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത് കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അഭിയെ ഇനി വിശ്വസിക്കില്ലെന്നും അവൾ വാക്ക് കൊടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിക്കും. അഭിയുടെയും ജലജയുടെയും സംശയാസ്പദമായ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ മുത്തശ്ശൻ എന്തോ അപകടം തോന്നിയിരുന്നു. നയന സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതും അഭിയെ ഭീഷണിപ്പെടുത്തിയതുമാണ് അവളെ കൊല്ലാൻ അഭി മുതിരാൻ കാരണം. ദൈവാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നയന രക്ഷപ്പെട്ടതെന്ന് മുത്തച്ഛൻ വിശ്വസിക്കുന്നു. ഈ സംഭാഷണത്തിനിടെ താൻ ഗർഭിണിയായിരുന്നപ്പോൾ അമ്പലത്തിൽ വെച്ച് എണ്ണയിൽ തെന്നി വീണ് അപകടമുണ്ടായതും അഭിയുടെ മനഃപൂർവ്വമായ ശ്രമമായിരുന്നു അതെന്നും നവ്യ ഈ അവസരത്തിൽ വെളിപ്പെടുത്തുകയാണ്. അന്ന് ദേവയാനിയും വല്യമ്മയുമാണ് തന്നെ രക്ഷിച്ചതെന്ന് തിരിച്ചറിഞ്ഞ നവ്യ തന്റെ ഭർത്താവ് ഇത്രയും വലിയ ക്രൂരനായി പോയല്ലോ എന്ന സത്യം ഓർത്ത് തകർന്നു നിൽക്കുകയാണ്. സ്വന്തം കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിക്കാത്ത അഭിയെ ഇനി തനിക്ക് സ്നേഹിക്കാനാവില്ലെന്ന് തന്നെ നവ്യ ഉറപ്പിക്കുകയാണ്. മുത്തച്ഛനോട് മാപ്പ് ചോദിക്കുന്ന നവ്യ തന്റെ തെറ്റായ ജീവിത രീതികളും വസ്ത്രധാരണവും മാറ്റാമെന്നും താൻ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായി വെച്ച് അഭിക്കിട്ട് പണി കൊടുക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. രാത്രി അഭി ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ നവ്യ അഭിയുടെ ഫോൺ എടുത്ത് പരിശോധിക്കുകയാണ്. അനഘയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതും നിരവധി പെൺകുട്ടികളുമായി അഭിക്ക് അവിഹിത ബന്ധമുള്ളതും നവ്യ കണ്ടെത്തുന്നു. താൻ അധ്വാനിക്കുന്ന പണം അഭി മറ്റുള്ളവർക്കായി തൂർത്തടിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന നവ്യ ആ തെളിവുകളെല്ലാം സ്വന്തം ഫോണിലേക്ക് മാറ്റി. പിറ്റേന്ന് മറ്റൊരു പെൺകുട്ടിയെ കാണാൻ അഭി തീരുമാനിച്ചതറിഞ്ഞ നവ്യ അവനെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പോടെ കാത്തിരുന്നു. അഭിയുടെ കാമുകി ഒരു സ്വർണ്ണമോതിരം ആവശ്യപ്പെട്ടപ്പോൾ അവൾക്ക് മാല തന്നെ നൽകാമെന്ന് അഭി വാക്ക് നൽകുന്നു. ഇതൊക്കെ അറിഞ്ഞ് നവ്യയ്ക്ക് വല്ലാതെ വിഷമാവുന്നുണ്ട്. എന്തായാലും പിറ്റേന്ന് രാവിലെ തന്നെ നവ്യയെ മുത്തശ്ശി ഏൽപ്പിച്ച സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് 3 പവന്റെ ഒരു മാല അഭി കവർന്നു. ഇത് നേരിൽ കണ്ട നവ്യ ആകട്ടെ ഉടൻ തന്നെ മുത്തശ്ശനെയും മുത്തശ്ശിയും വിവരം അറിയിച്ചു. അഭിയെ അടിച്ചോടിക്കണമെന്ന് മുത്തശ്ശൻ പറഞ്ഞെങ്കിലും അവനെ മറ്റൊരു രീതിയിൽ കൊടുക്കാനായിരുന്നു നവ്യയുടെ തീരുമാനം. അഭി ഒരു വൃത്തികെട്ടവനാണെന്നും അവനെ ഉപേക്ഷിച്ച് നവ്യയ്ക്ക് ഈ വീട്ടിൽ സ്വതന്ത്രമായി കഴിയാമെന്നും മുത്തശ്ശൻ ഈ അവസരത്തിലൊക്കെ നവ്യ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ അഭി മാലയുമായി പാർക്കിലേക്ക് പോയപ്പോൾ നവ്യ അവനെ പിന്തുടർന്നു. അവിടെ വെച്ച് നവ്യയുടെ ഒരു സുഹൃത്ത് പ്ലാൻ ചെയ്തതനുസരിച്ച് അഭിയുടെ അടുത്തെത്തി തന്നെ പ്രേമിച്ച് വഞ്ചിച്ചവനാണെന്ന് ആരോപിച്ച് അവൾ ബഹളം വെക്കുകയും അഭിയുടെ കയ്യിൽ കയറി പിടിക്കുകയും ഒക്കെ ചെയ്തു. ഇത് കണ്ട് അഭിയെ കാണാൻ വന്ന പെൺകുട്ടിയാണെങ്കിലോ ഭയന്നോടി. തന്റെ മാല അഭി പൊട്ടിച്ചെടുത്തതാണെന്ന് സുഹൃത്ത് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞതോടെ അവർ അഭിയെ വളഞ്ഞിട്ട് തല്ലി. മാല അവന്റെ പോക്കറ്റിലുണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ പരിശോധിച്ചപ്പോൾ മോഷ്ടിച്ച മാല കണ്ടെത്തുകയും ചെയ്തു. ആ സമയത്താണ് നന്ദു അവിടെ എത്തുകയും സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന അഭിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തത്. തന്റെ പദ്ധതി വിജയിച്ചതിൽ നവ്യയ്ക്ക് വലിയ സന്തോഷം തോന്നി. സുഹൃത്താണെങ്കിലോ മാല തിരികെ നവ്യയെ ഏൽപ്പിച്ചു. ഇത്രയും മോശക്കാരനായ ഭർത്താവിനെ ഉപേക്ഷിച്ച് സമാധാനമായി ജീവിക്കാൻ സുഹൃത്ത് ഉപദേശിച്ചെങ്കിലും ഇതുകൊണ്ടൊന്നും മതിയായില്ലെന്നും അഭിക്ക് ഇനിയും അറിയിക്കുന്ന ശിക്ഷ നൽകിയതിനു ശേഷമേ താൻ അടങ്ങൂ എന്ന ഉറച്ച തീരുമാനത്തോടെയാണ് നവ്യ വീട്ടിലേക്ക് മടങ്ങുന്നത്. നവ്യ പുറത്തുപോയി തിരിച്ചെത്തിയപ്പോൾ കുഞ്ഞിനെ മുത്തശ്ശിയെ ഏൽപ്പിച്ച് എങ്ങോട്ടാണ് പോയതെന്ന് ദേവയാനി തിരക്കുമ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് പോയതാണെന്ന് പറഞ്ഞ് നവ്യ ഒഴിഞ്ഞു മാറി. നവ്യ ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നടക്കുന്നതെന്നും ആരോടും ഒന്നും പറയാറില്ലെന്നും നയനയും ഇതിനിടെ കുറ്റപ്പെടുത്തുന്നുണ്ട് നവ്യയെ. ഏതായാലും നേരെ മുത്തശ്ശന്റെ മുറിയിലെത്തിയ നവ്യ അഭി മോഷ്ടിച്ച മാല തിരികെ ഏൽപ്പിച്ചു. പാർക്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൾ വിവരിച്ചപ്പോൾ അഭിക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ശിക്ഷയിൽ മുത്തശ്ശൻ സന്തോഷം പ്രകടിപ്പിച്ചു. ഇതുകൊണ്ടൊന്നും തീരില്ല മുത്തശ്ശ, നന്ദു അവനെ ശരിക്ക് കൈകാര്യം ചെയ്തോളൂ എന്ന് നവ്യ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. മാല സുരക്ഷിതമായി ആഭരണപ്പെട്ടിയിൽ വെച്ച് പൂട്ടി താക്കോല് മുത്തശ്ശി ഏൽപ്പിച്ചു. അഭി ഇനി പെട്ടി തന്നെ മോഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് മുത്തശ്ശി ഭയപ്പെട്ടെങ്കിലും താനിനി ജാഗ്രതയുള്ളവളാണെന്ന് നവ്യ ഉറപ്പ് നൽകുകയാണ് മുത്തശ്ശിക്ക്. തുടർന്ന് നവ്യ പറയുന്നുണ്ട് അഭിയെ താൻ ഇനി ജാമ്യത്തിലിറക്കാനൊന്നും പോകില്ല എന്ന്. അവന്റെ അമ്മ തന്നെ പോകട്ടെ, തന്റെ സ്നേഹവും വെറും വ്യാജമാണെന്ന് അവൻ ഇനി തിരിച്ചറിയാൻ പോവുകയാണ്. തന്റെ മറ്റൊരു മുഖം അവൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അഭിക്കെതിരെ ശക്തമായ നീക്കങ്ങൾ തുടങ്ങാനുള്ള ഉറച്ച തീരുമാനത്തിലാണ് നവ്യ ഇപ്പോൾ. അഭി അറസ്റ്റിലായ വിവരം അറിഞ്ഞ് ജലജ നിലവിളിച്ചുകൊണ്ട് മുത്തശ്ശന്റെ അടുത്തേക്ക് ഓടിയെത്തി. എന്റെ മോനെ ആ നന്ദു ഏതോ പെണ്ണു കേസിൽ കുടുക്കിയതാ അച്ഛ, അവനെ എങ്ങനെയെങ്കിലും ഇറക്കണം. ജലജ ഇങ്ങനെ കരഞ്ഞു പറയുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശി അനങ്ങിയില്ല. അപ്പോഴേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്ന് വലിയൊരു അഭിനയം തന്നെ കാഴ്ചവെച്ചു. അയ്യോ, എന്റെ അഭിയേട്ടൻ പെണ്ണു കേസിലകത്തായിരുന്നോ? ഇല്ലില്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നന്ദു അവനെ മനഃപൂർവ്വം ചതിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ജലജയുടെ മുമ്പിൽ നവ്യ കരയുന്നത് പോലെ കാണിക്കുകയാണ്. ജലജ അതൊക്കെ വിശ്വസിക്കുന്നുമുണ്ട്. തുടർന്ന് നവ്യയുടെ ആഭരണങ്ങൾ ജാമ്യത്തിനായി ചോദിച്ചപ്പോൾ അയ്യോ അമ്മേ, അഭിയേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ സ്വർണ്ണം ഒന്നും ആർക്കും കൊടുക്കരുതെന്ന്. അതും പറഞ്ഞ് ജലജ ഒഴിവാക്കുകയാണ് നവ്യ. ഒടുവിൽ തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം കൊണ്ട് ജലജ സ്റ്റേഷനിൽ പോയി അഭിയെ ജാമ്യത്തിലിറക്കി. നന്ദുവിന്റെ അടിയെല്ലാം കൊണ്ട് മുഖമെല്ലാം വീർത്താണ് അഭി വീട്ടിലേക്ക് എത്തിയത്. നവ്യ ഉടനെ അവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ അഭിനയിച്ചു. ആരാ എന്റെ അഭിയെ ഇങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞ് നവ്യ അഭിയുടെ മുറിവുകളിലെല്ലാം മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. പക്ഷെ നവ്യ പുരട്ടിയത് നീറ്റിലുണ്ടാക്കുന്ന ഒരു പ്രത്യേക ലേപനമായിരുന്നു. അഭിയാണെങ്കിൽ അത് തേച്ചതും വേദന കൊണ്ട് പൊളഞ്ഞപ്പോ സാരമില്ല അഭി, ഇത് കുറച്ച് നീറ്റിലുണ്ടായാലേ മുറിവ് ഉണങ്ങും എന്നിങ്ങനെയാണ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നവ്യ പറയുന്നത്. അഭി വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും നവ്യയുടെ സുഹൃത്തായ പെൺകുട്ടി വിട്ടില്ല. അവൾ അഭിയുടെ ഫോണിലേക്ക് പഴയതുപോലെ മെസ്സേജുകളൊക്കെ അയക്കാൻ തുടങ്ങി. പക്ഷെ ആ ഫോൺ ഇപ്പോൾ നവ്യയുടെ നിയന്ത്രണത്തിലായിരുന്നു. അഭി അറിയാതെ അവൾ ആ ചാറ്റുകൾ ഓരോന്നായി പ്രിന്റ് എടുത്ത് ജലജയുടെയും മുത്തശ്ശന്റെയും മുന്നിലെത്തുന്ന രീതിയിൽ വീടിന്റെ പലയിടങ്ങളിലായി വെച്ചു. അടുത്ത ദിവസം അഭി വീണ്ടും തന്റെ പഴയ കാമുകിയെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ
പെട്ടെന്ന് ഒരു വീഡിയോ അങ്ങോട്ട് പ്ലേ ചെയ്യുകയാണ്. അത് അബി മുൻപ് നടത്തിയ കൊട്ടേഷൻ ചർച്ചകളുടെയും ആഭരണം മോഷ്ടിക്കുന്നതിന്റെയും വ്യക്തമായ ദൃശ്യങ്ങളായിരുന്നു. എന്നിട്ട് നവ്യ അവന്റെ മുന്നിൽ വന്ന് നിന്ന് ഗൗരവത്തോടെ നവ്യ ചോദിക്കുകയാണ്, നീ വിചാരിച്ചോ ഞാൻ ഒന്നും അറിയില്ലെന്ന്? നിന്റെ ഓരോ നീക്കവും ഞാൻ കാണുന്നുണ്ടായിരുന്നു അബി. അബിയാണെങ്കിൽ അത് അറിയുന്നതും പേടിച്ചു പോയി. അവൻ അവളെ അടിക്കാൻ കൈ ഓങ്ങിയപ്പോഴേക്കും നന്ദവും പോലീസും അങ്ങോട്ടേക്ക് കയറി വന്നു. ഇത്തവണ നിനക്ക് ജാമ്യമില്ല അബി, കൊലപാതക ശ്രമത്തിനാണ് കേസ്. അബിയെ പിടിച്ചു വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതും മുത്തശ്ശൻ വന്നിട്ട് നവ്യയെ ചേർത്ത് പിടിച്ചു. മോള് ധൈര്യമായിരിക്കും, ഇവനെപ്പോലൊരു ജന്തു ഇനി നിന്റെ ജീവിതത്തിൽ വേണ്ട. അബിയെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ നവ്യ തന്റെ കുഞ്ഞിനെ നെഞ്ചോടണച്ചു. തന്റെയും കുഞ്ഞിന്റെയും ഭാവി ഇനി സുരക്ഷിതമാണെന്നുള്ള ആശ്വാസത്തിൽ.